കൊല്ലം തേവലക്കരയിൽ ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിക്കാനിടയായ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ബാലാവകാശ കമ്മീഷൻ. കഴിഞ്ഞ ദിവസം ബാലാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടിരുന്നു, കേസ് എടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു. പഠനയോഗ്യമല്ലാത്ത ക്ലാസുകളിൽ കുട്ടികളെ കയറ്റരുതെന്ന കർശന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് ബാലാവകാശ കമ്മീഷൻ. ഇന്ന് കൊല്ലം ജില്ലയിലുണ്ട് അദ്ദേഹം. മരിച്ച കുട്ടിയുടെ സഹപാഠികൾക്ക് കൗൺസിലിംഗ് നൽകുമെന്ന് കൂടി അറിയിക്കുന്നുണ്ട് കമ്മീഷൻ. അതേസമയം സ്കൂളിലേക്ക് യുവമോർച്ച ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ മാർച്ച് നടത്തിയിരുന്നു. ABVPയുടെ വിദ്യാഭ്യാസ ബന്ദാണ് ജില്ലയിൽ ഇന്ന്. ഈ മാർച്ച് സംഘർഷത്തിലായിരുന്നു കലാശിച്ചത്. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയുമുണ്ടായി. ഇനി ഒന്നുകൂടിയുണ്ട്. വൈകി വന്ന വിവേകം എന്ന് പറയാവുന്ന രീതിയിൽ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിലൂടെ കടന്നു പോകുന്ന 3 ഫേസ് ലൈൻ മാറ്റുന്നതിന് സ്കൂൾ മാനേജ്മെന്റ് അപേക്ഷ നൽകുമെന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട് കൊല്ലത്ത്. എന്തായാലും ഈ വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ, ഈ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ABVP കൂടി സംസ്ഥാന സർക്കാരിനെതിരെ, വിദ്യാഭ്യാസ വകുപ്പിനെതിരെ, വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ശക്തമായ സമരത്തിലാണ് ഉള്ളത്. പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയിരുന്നു ABVP. അല്പസമയം മുമ്പ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ജനം TV പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിച്ചിരുന്നു. അതേ തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ മടങ്ങിയെത്തുമ്പോൾ ഈ മാർച്ച് തടയാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഉണ്ടാകുകയാണ്. ജലപീരങ്കി പ്രയോഗത്തിലൂടെ ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിക്കുന്നു. കാരണം ഇനി പിന്നോട്ടില്ല. സമരവുമായി കേരളത്തിലെ യുവജനങ്ങൾക്കായി, കേരളത്തിലെ വിദ്യാർത്ഥികൾക്കായി സമരവുമായി മുന്നോട്ട് തന്നെ എന്ന് പ്രഖ്യാപിക്കുകയാണ് ABVP. ബലം പ്രയോഗിച്ച് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ടിൻഡു ദാസ്, ഒപ്പം അഖിൽ പാലോട്ടുമടം എന്നിവർ ഉണ്ട് സംഭവ സ്ഥലത്ത് തന്നെ. അഖിൽ, അഖിൽ കേൾക്കാമെങ്കിൽ, സമാധാനപരമായി പ്രതിഷേധ മാർച്ച് നടത്തി വരികയായിരുന്നു ABVP. ഇതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ആദ്യ നിമിഷം മുതൽ ജനം TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. യാതൊരു പ്രകോപനമില്ലാതെ സെക്രട്ടേറിയറ്റിന് മുമ്പിലെത്തിയ മാർച്ചിന് നേരെ, വിദ്യാർത്ഥികൾക്ക് നേരെ, ABVP പ്രവർത്തകർക്ക് നേരെ പലതവണ ജലപീരങ്കി പ്രയോഗം നടത്തിയ പോലീസിനെ നമ്മൾ കണ്ടു. ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ടിൻഡു കേൾക്കാമെങ്കിൽ, ABVP സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരെ പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായിട്ടും അന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവർത്തകരെ, അല്ലെങ്കിൽ ABVP പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരെ വലിയ പോലീസ് വാനിലേക്ക് അറസ്റ്റ് ചെയ്ത് കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ ഇവിടെ ഒരു കുട്ടി ഷോക്കടിച്ച് മരിച്ചു. കുറച്ചു മുമ്പേ പാമ്പ് കടിച്ച് മരിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയോ അയാളെ
തീർച്ചയായിട്ടും ഇത്തരത്തിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ABVP ഭാഗത്തു നിന്നുണ്ടാക്കുന്നു. 4 തവണയാണ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത്. ജലപീരങ്കി പ്രയോഗിച്ചതിന് ശേഷം പ്രവർത്തകർ വീണ്ടും കൂടെ ഉണ്ടായിരുന്ന മറ്റ് ABVP വിദ്യാർത്ഥി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. ആ സമയത്താണ് വീണ്ടും ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകുന്നത്. പോലീസും പ്രവർത്തകരുമായിട്ട് ഉന്തും തള്ളും ഉണ്ടാകുന്നു. പോലീസ് പ്രവർത്തകരെ വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന